ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ മനോഹരമായ ഗാനങ്ങൾ പാടിയ ഡേവിഡ് റോസമ്മ ദമ്പതികൾക്ക് ദൈവനാമത്തിലുള്ളതായ നന്ദി രേഖപ്പെടുത്തുന്നു. അനുഗ്രഹീതനായ ഗായകനും കവിയും ഗാനരചയിതാവുമായ ഉണ്ണിച്ചാനെ ഒരിക്കൽ കൂടെ ഓർക്കുവാനുള്ളതായ ഒരു അവസരം കൂടെ ആയിരുന്നു ഇന്ന് ഈ സായാഹ്നത്തിൽ നമുക്ക് ലഭിച്ചത്. നമ്മുടെ പിന്നണി ഗായകരായി വിട്ടിരിക്കുന്ന സിനിമാ ലോകത്തിലെ പിന്നണി ഗായകരല്ല, ഞങ്ങളുടെ പിന്നണിയിൽ ഇരുന്ന് പാടിയതായ കൊയർ അംഗങ്ങൾക്കും പാസ്റ്റർ മാത്യുവിനെ കാണാനിലൂടെ അവരും വളരെ മനോഹരമായി പാടി. നിങ്ങളെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ആലപ്പുഴ പത്തനംതിട്ട സെക്ഷനിൽ വളരെ അനുഗ്രഹീതരായ ഗായകരുള്ള ഒരു സെക്ഷനാണ്. ഈ സെക്ഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഇരിക്കാം. നാം ഈ സുവിശേഷ പരമ്പരയ്ക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നതായ ആപ്തവാക്യം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യമാണ്. ഇന്ന് വേദ വായന ഭാഗമായി ഡോക്ടർ ചാക്കോ പോൾ വായിച്ച് നമ്മെ കേൾപ്പിച്ചത്. അതിപ്രകാരം പറയുന്നു: മറ്റൊരുവനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. നമുക്ക് നമ്മുടെ കണ്ണുകളടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനുമായ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, മനുഷ്യനെ രക്ഷിക്കുവാൻ തക്കവണ്ണം സർവവും വെടിഞ്ഞ് ഈ ഭൂമിയിൽ മനുഷ്യനായി വന്ന അടിയങ്ങളുടെ എല്ലാ യാതനകളും ഏറ്റ് കാൽവറി ക്രൂശിൽ യാഗമായി അടിയങ്ങൾക്ക് രക്ഷകനായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ഇന്ന് രാത്രികാലം ഞങ്ങൾക്ക് പ്രകീർത്തിക്കുവാൻ തക്കവണ്ണം ലഭിച്ച ഈ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തു ഇന്ന് ലോകത്തെ രക്ഷിക്കുവാൻ തക്കവണ്ണം അനേക മനുഷ്യരിലൂടെ, അനേക വ്യക്തികളിലൂടെ, അനേക മാർഗങ്ങളിലൂടെ മനുഷ്യരിലൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവേ, അടിയങ്ങളും ആ രക്ഷയുടെ പങ്കാളികളായി തീരുവാൻ ഞങ്ങളെ സഹായിച്ചിരിക്കുന്നവരെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. മറ്റൊരുവനിലും രക്ഷയില്ല. മനുഷ്യൻ രക്ഷ പ്രാപിക്കുവാൻ ആകാശത്തിന് കീഴിൽ നൽകപ്പെട്ടതായ നാമങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ മാധുര്യമുള്ളതായ മറ്റൊരു നാമവുമില്ല എന്ന് ഇന്ന് രാത്രികാലം ഞങ്ങൾ ഒരുമിച്ച് മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ കഴുകുവാൻ തക്കവണ്ണം പോകുന്നതായ നാമം, ഞങ്ങളെ ചെളി കുഴിയിൽ നിന്ന് കരകയറ്റി ഞങ്ങളെ നിർത്തുവാൻ തക്കവണ്ണം കഴിവുള്ളവനായ സ്വർഗത്തിലെ ദൈവമേ, ഇന്ന് ഈ സായനത്തിൽ ഞങ്ങളെ പൂർണ്ണമായും തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളുടെ ചിന്തകളെയും ഞങ്ങളുടെ മനസ്സിനെയും ഞങ്ങളുടെ ശരീരത്തെയും നിയന്ത്രിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ലോകപരമായ ചിന്തകളും ജഡീക ആലോചനകളും മാറ്റിവെച്ച് സർവശക്തനായ യേശു ക്രിസ്തുവിനെ ധ്യാനിക്കുവാൻ ഈ രാത്രികാലം നിങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദപരിധിയിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിന്റെ വചനം കേൾക്കുന്നതായ ഈ ദേശനിവാസികളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവിന്റെ കൃപയാൽ പ്രിയമക്കളെയും അങ്ങയുടെ വിശാലമായ ചിറകിന്റെ മറവിൽ നിന്ന് ഇന്ന് രാത്രികാലം അങ്ങ് മറച്ച് സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശത്രുവായവൻ അടിയങ്ങളോട് പോരാടാതിരിക്കേണ്ടതിന് അങ്ങയുടെ രക്തത്താൽ കർത്താവെ ഞങ്ങളുടെ ഈ വേദിയെയും ഈ സദസ്സിനെയും ഈ ശബ്ദപരിധിക്കുള്ളിലുള്ളതായ സകല ജീവികളെയും ഇന്ന് മുദ്രണം ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പാപികളും കൃമികളും അങ്ങയുടെ വചനവുമായി നിൽക്കുവാൻ യോഗ്യതയില്ലാത്തവരുമാകുന്നു കർത്താവെ. എന്നാൽ ഇന്ന് പകൽക്കാലം അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി തീർത്തിരിക്കുന്നവരെ കൃപയ്ക്കായി സ്തോത്രം. ഈ ഘോഷിക്കപ്പെടുന്നതായ വചനം അത് നല്ല നിലത്ത് വീഴുന്നതായ വിത്തുകളെ പോലെ അത് ഫലവത്തായി തീരുവാൻ ഇന്ന് രാത്രികാലം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കേട്ട വലിയ കൃപയ്ക്കായി സ്തോത്രം. സകലവും യേശുരക്ഷിതാവിന്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളുമാറാകണമേ. ആമേൻ. നാം ഇന്ന് ജീവിക്കുന്നതായ ലോകം ഭയം നിറഞ്ഞതായ ഒരു ലോകത്തിലാണ്. ഒരു മനുഷ്യൻ നടന്നു പോകുന്നു, കുഴഞ്ഞു വീഴുന്നു, മരിക്കുന്നു. ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്നു, പിന്നെ പിടഞ്ഞ് മരിച്ചു പോകുന്നു. ഒരു ലക്ഷണവുമില്ലാതെ നല്ല ആരോഗ്യമുള്ളതായ ശരീരത്തോടുകൂടെ ഒരു മനുഷ്യൻ ജീവിക്കുന്നു.
വൈകുന്നേരം കേൾക്കുന്നു ആശുപത്രിയിലാണ്, അഡ്മിറ്റ് ചെയ്തു, രോഗിയാണ്, രോഗമാണ്, മാറാ രോഗം പിടിപെട്ടിരിക്കുന്നു എന്ന് കേൾക്കുന്നതായ കാലം. നാം ബാഹ്യമായി നോക്കുമ്പോൾ എല്ലാം സന്തോഷത്തോടും സമാധാനത്തോടും കാണപ്പെടുന്നതായ കുടുംബങ്ങൾ പിറ്റേ ദിവസം കേൾക്കുമ്പോൾ അവർ ഡിവോഴ്സിനും അല്ലെങ്കിൽ കുടുംബ കോടതികളിലും പോലീസ് സ്റ്റേഷനുമായി 2 അപ്പീലുകളുമായി നിൽക്കുന്നതായ കാഴ്ചകൾ. മനുഷ്യനോട് പോരാടുന്നതായ ഒരു കാലഘട്ടം, മതങ്ങൾ തമ്മിൽ പോരാടുന്നതായ ഒരു കാലഘട്ടം, രാഷ്ട്രീയക്കാർ അവരുടെ ഉന്നമനത്തിനു വേണ്ടി എന്തും ചെയ്യുന്നതായ ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ മനുഷ്യർ ചോദിക്കുന്നതായ ഒരു ചോദ്യം, പണ്ട് കാലങ്ങളിൽ ദൈവമുണ്ടോ എന്നുള്ളതായിരുന്നു ചോദ്യമെങ്കിൽ ഇന്ന് മനുഷ്യർ ചോദിക്കുന്നത് ദൈവത്തിന്റെ ആവശ്യം ഉണ്ടോ എന്നാണ്. പണ്ട് കാലങ്ങളിൽ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് രാവിലെയും സന്ധ്യയും ഒക്കെ നല്ല പ്രാർത്ഥനാ ഗീതങ്ങൾ കേൾക്കുകയും ഒരുപക്ഷെ ഹൈന്ദവരുടെ വീടുകളിൽ നിന്ന് നാമജപങ്ങളൊക്കെ കേട്ടുകൊണ്ടിരുന്നതായ ഇടത്ത് ഇന്ന് വഴക്കും വക്കാണവും നാം കേൾക്കാൻ പാടില്ലാത്തതായ ഭാഷകൾ സംസാരിക്കുന്നതും നാം കാണാൻ പാടില്ലാത്തതായ കാഴ്ചകൾ കാണുവാൻ തക്കവണ്ണം കഴിയുന്നതുമായ ഒരു സമയമായി ഈ സായാഹ്നങ്ങളും ഒത്തുകൂടലുകളുടെ കാലഘട്ടങ്ങളും ആയി തീർന്നിരിക്കുകയാണ്. ഈ പ്രതിസന്ധി നിറഞ്ഞതായ ഈ ലോകത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാൻ തക്കവണ്ണം ആർക്ക് സാധിക്കും? ഈ കാലഘട്ടത്തിനു ശേഷം അഥവാ ഈ ജീവിതത്തിനു ശേഷം മനുഷ്യന് പ്രത്യാശയ്ക്ക് വകയുണ്ടോ? എല്ലാ മതങ്ങളും ഒരേ ദിശയിലേക്കാണോ പോകുന്നത്? എല്ലാ മതങ്ങളുടെയും അന്തിമ ലക്ഷ്യം ഒന്ന് തന്നെയാണോ? കർത്താവായ യേശുക്രിസ്തു മാത്രമാണോ രക്ഷയുടെ മാർഗം? ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ അനേക മാർഗങ്ങളില്ലേ? ഇന്ന് ലോകത്തിലുള്ളതായ മനുഷ്യർ പറയുന്നത് മാർഗം എന്തായാലും ലക്ഷ്യത്ത് എത്തിച്ചേർന്നാൽ മതി, ലക്ഷ്യം നന്നായിരുന്നാൽ മതി എന്ന് കേൾക്കുന്നതായ ഒരു കാലഘട്ടം. ഈ ദുർഘടം പിടിച്ചതായ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ വചനം ഏകദേശം 2000 വർഷങ്ങൾ പഴക്കമുള്ളതായ വചനം ഇന്ന് വളരെ പച്ചയായി സമ്പുഷ്ടമായി നമ്മുടെ കാതുകളിൽ കേൾക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നതായ ഒരു വചനം, ലോകത്തെ രക്ഷിക്കുവാൻ തക്കവണ്ണം ഒരു നാമം ഈ ലോകത്തിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു നാമവും ലോകത്തെ രക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവം നൽകിയിട്ടില്ല. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 12-ാം വാക്യമാണ് ഞാൻ ആപ്തവാക്യമായി വായിച്ചത്. മറ്റൊരുവരിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടതായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ വേറെ ഒരു നാമവും ഇല്ല. There is no other name. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല എന്ന് വേദപുസ്തകം പറയുമ്പോൾ ഇന്ന് നാം കാണുന്നതായ ഇടങ്ങളിൽ, നാം ചെല്ലുന്നതായ സ്ഥലങ്ങളിലൊക്കെ അനേക മനുഷ്യ ദൈവങ്ങളെ കാണുവാൻ തക്കവണ്ണം സാധിക്കും. മനുഷ്യൻ രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടി അനേക കർമ്മങ്ങൾ ചെയ്യുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കും. തീർത്ഥാടനങ്ങൾ നടത്തുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കും. പത്തനംതിട്ട എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമാണ്. ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ അനേക സംസ്ഥാനങ്ങളിൽ നിന്ന് മനുഷ്യൻ രക്ഷ പ്രാപിക്കുവാൻ തക്കവണ്ണം രക്ഷയുടെ മാർഗം അന്വേഷിച്ച് വരുന്നതായി നമുക്ക് മനുഷ്യരെ കാണുവാൻ തക്കവണ്ണം സാധിക്കും. അവർ പല ഭാഷകൾ സംസാരിക്കുന്നു, പല ദിക്കുകളിൽ നിന്ന് വരുന്നു, മനുഷ്യർ നടന്നു വരുന്നു, വാഹനത്തിൽ നിന്ന് വരുന്നു. പല മാർഗങ്ങളിലൂടെ രക്ഷ കരഗതമാക്കുവാൻ തക്കവണ്ണം മനുഷ്യൻ ഇന്ന് സമയം കണ്ടെത്തുന്നതായ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ആർക്കാണ് ഈ രക്ഷ ലഭിക്കുന്നത്? അല്ലെങ്കിൽ ആർക്കാണ് ഈ ഒരു രക്ഷകനെ ആവശ്യമായി വന്നിരിക്കുന്നത്? ചിലർ പറയും എനിക്ക് രക്ഷയുടെ ആവശ്യമില്ല, കാരണം ഞാൻ നല്ല ജീവിതമാണ് നയിക്കുന്നത്. മറ്റു ചിലർ പറയും എനിക്ക് തോന്നുന്നത്, എനിക്ക് ശരിയാണ് എന്ന് തോന്നുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് മറ്റാരുടെയും സഹായം ആവശ്യമില്ല. മറ്റു ചിലർ പറയും ഞാൻ ഈ ലോകത്തിൽ നല്ലത് പ്രവർത്തിച്ചാൽ എനിക്ക് വരാനിരിക്കുന്നതായ ലോകത്തിൽ എനിക്ക് ജീവിക്കുവാൻ തക്കവണ്ണം സാധിക്കും. മറ്റു ചിലർ പറയും ഞാൻ നന്മ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് റീസൈക്കിളുകളൊന്നും ഇല്ലാതെ തന്നെ മനുഷ്യനായി തന്നെ ജനിക്കുവാൻ തക്കവണ്ണം സാധിക്കും എന്ന് പറയുന്നതായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം പറയുന്നത് ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു.
ഒരു വ്യത്യാസവുമില്ല. നാം ഹിന്ദുവെന്നോ ക്രിസ്ത്യനെന്നോ മുസ്ലിമെന്നോ ജൈനനെന്നോ മതമില്ലാത്തവനെന്നോ ദൈവമില്ലാത്തവനെന്നോ എന്ന് പറഞ്ഞ് നാം നമ്മെ തന്നെ വേർതിരിച്ച് നിർത്തിയാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവർ ആയി തീർന്നിരിക്കുന്നു. അതിൽ പ്രകടമായി നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത് നമുക്ക് തേജസ് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഒരു പ്രകടമായ വസ്തുതയാണ്. നാം ആദിമ കാലഘട്ടങ്ങളിലുള്ളതായ അഥവാ ദൈവത്തിന്റെ ആദിമ സൃഷ്ടികളായ ആദാമിന്റെയും ഹവ്വയെയും കുറിച്ച് നാം പരിശോധിക്കുമ്പോൾ അവരുടെ നഗ്നത തന്നെ മറച്ചിരുന്നത് ദൈവ തേജസ് കൊണ്ടായിരുന്നു. ആ ദൈവ തേജസ് അവർ പാപം ചെയ്തതോടുകൂടെ അവരിൽ നിന്ന് അകന്നു പോയപ്പോൾ ദൈവം അവർക്ക് ഒരു വസ്ത്രം നൽകി. ഇന്ന് മനുഷ്യന്റെ നഗ്നത മറയ്ക്കുവാൻ തക്കവണ്ണം 100,000 വസ്ത്രങ്ങൾ അണിഞ്ഞ് നടക്കുകയാണ്. എന്നാലും ഇന്ന് നമ്മുടെ സ്വന്തം പ്രയത്നത്താൽ നമ്മുടെ നഗ്നത മറയ്ക്കുവാൻ തക്കവണ്ണം കഴിയാത്തതായ ഒരു കാലഘട്ടം. നമുക്ക് സ്വന്തമായി നമ്മുടെ ശാരീരിക നഗ്നത ഒരുപക്ഷെ മറയ്ക്കുവാൻ തക്കവണ്ണം സാധിക്കും. എന്നാൽ നമ്മുടെ ആത്മീയ നഗ്നത മറയ്ക്കുവാൻ, നമ്മിലുള്ളതായ പാപബോധം മറയ്ക്കുവാൻ തക്കവണ്ണം ലോകത്തിലുള്ളതായ ഒരു മനുഷ്യനും സാധിക്കുകയില്ല എന്ന തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവർ ആയി തീർന്നിരിക്കുകയാണ്. ആരും ദൈവ തേജസ്സുള്ളവരായി ഈ ലോകത്തിൽ കാണപ്പെടുന്നില്ല എന്ന ദൈവത്തിന്റെ വചനം പറയുകയാണ്. എന്താണ് അതിന് കാരണം? അതിന്റെ കാരണം എല്ലാവരും പാപം ചെയ്തു എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോ പലരും ചോദിക്കും, എന്താണ് പാപം? ഞാൻ ഒരിക്കൽ ഒരു പ്രസംഗം കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, പാപം എന്ന് പറഞ്ഞാൽ നാം കോപിക്കുന്നതാണ്, നാം വേണ്ടാത്ത കാര്യങ്ങൾ പറയുന്നതാണ്, ഭാര്യയെ അടിക്കുന്നതാണ്, ഭർത്താവിനെ ചീത്ത വിളിക്കുന്നതാണ്, അല്ലെങ്കിൽ മോഷ്ടിക്കുന്നതാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ വേദപുസ്തകത്തിന് അതിന് വളരെ വ്യക്തമായ ഒരു ഡെഫിനിഷൻ പാപം എന്ത് എന്ന് ചോദിച്ചാൽ അതിന് ഉണ്ട്. 1 യോഹന്നാൻ 3-ാം അധ്യായം 4-ാം വാക്യം പറയുന്നത്, കൽപ്പനാ ലംഘനം പാപമത്രേ. കൽപ്പനാ ലംഘനം പാപമത്രേ. ഞാൻ ഇന്ന് കൽപ്പനയെക്കുറിച്ചോ ന്യായപ്രമാണത്തെ കുറിച്ച് പ്രസംഗിക്കുന്നതിന് വേണ്ടിയല്ല ഞാനിവിടെ നിൽക്കുന്നത്. എന്നാൽ ഈ കൽപ്പനാ ലംഘനം നടത്തിയതായ മനുഷ്യനെ രക്ഷിക്കുവാൻ തക്കവണ്ണം സകലവും വെടിഞ്ഞ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മനുഷ്യവേഷത്തിൽ വന്ന, മനുഷ്യരുടെ ഇടയിൽ പാർത്ത, മനുഷ്യരുടെ പാപങ്ങൾ തന്റെ ശിരസിൽ വഹിച്ച, മനുഷ്യന്റെ മരണം തന്റെ ശിരസിൽ വഹിച്ച നസ്രയനായ യേശുക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയാണ്. ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ ചൊരിയപ്പെട്ടതായ രക്തത്തിലൂടെ മാത്രമേ പാപത്തിന് പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. പാപം എന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ളതായ നിർവചനങ്ങളെല്ലാം അടങ്ങുന്നതായ കൽപ്പന ലംഘനമാണ്. ദൈവം മനുഷ്യനോട് ചെയ്യരുത് എന്ന് പറഞ്ഞതായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പാപമായി തീരുന്നു. ആ പാപം കാരണം മനുഷ്യന് ദൈവത്തോട് നിരന്നുകൊള്ളുവാൻ തക്കവണ്ണം കഴിയാതെ വരുന്നു. അപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയതായ മനുഷ്യനെ മടക്കി ദൈവത്തിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് രക്ഷാ പദ്ധതി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ലോങ് പ്രോസസ്. ആ പ്രോസസ് ചെയ്യുന്നതിന്, ദൈവത്തിന്റെ അടുക്കിലേക്ക് മനുഷ്യനെ മടക്കിക്കൊണ്ടുവരുന്നതിന് പാപം ചെയ്തതായ ഒരു വ്യക്തിക്ക് സാധ്യമല്ല എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നാൽ സർവശക്തനായ ദൈവം പാപികളായ നമ്മിൽ നിന്ന് അകന്നു നിൽക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നില്ല. നമ്മോട് അടുത്തിരിക്കുവാനും നമ്മോട് സഹവസിക്കുവാനും നമ്മുടെ മധ്യത്തിൽ വസിക്കുവാനും തക്കവണ്ണം ആഗ്രഹിക്കുന്നതായ ഒരു ദൈവത്തിന്റെ അടുക്കിലേക്ക് നമ്മെ മടക്കി വരുത്തുവാൻ തക്കവണ്ണം സർവേശ്വരനായ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു. യെശയ്യാവിന്റെ പ്രവചനം 59-ാം അധ്യായം അതിന് 2-ാം വാക്യം പറയുന്നത്, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാത്ത വിധം അവന്റെ മുഖത്തെ നിങ്ങളിൽ നിന്ന് മറയ്ക്കുമാറാക്കിയിരിക്കുന്നത്. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, നമ്മിൽ പാപമില്ലായിരുന്നുവെങ്കിൽ, നമുക്ക് ദൈവ തേജസ് ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ഒരു രക്ഷകന്റെ ആവശ്യം വരികയില്ലായിരുന്നു. എന്നാൽ നമ്മിൽ പാപമുള്ളത് കൊണ്ട്, നാം പാപികൾ ആയതുകൊണ്ട്
നാം പാപികളായി ദൈവ തേജസ് നഷ്ടപ്പെട്ടത് കൊണ്ട്, ദൈവത്തിൽ നിന്ന് അകന്നത് കൊണ്ട് നമുക്ക് ഒരു രക്ഷകനെ അനിവാര്യമാണ്. പാപത്തിന്റെ ശമ്പളം മരണം എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 23-ാം വാക്യം പറയുന്നത്, പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യ ജീവൻ തന്നെ. പാപത്തിന്റെ ശമ്പളം മരണം ആയി വേദപുസ്തകം ചിത്രീകരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം അതേ വാക്യത്തിൽ പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് നിത്യജീവന് അവകാശമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവർക്ക് ആ നിത്യജീവൻ കരഗതമാക്കുവാൻ സാധിക്കും. നാം നിത്യമായി നശിച്ച് പോവുകയില്ല. നാം ഭയചകിതരായി ജീവിക്കേണ്ടുന്നതായ ആവശ്യമില്ല. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമുക്ക് മറുകര കയറുവാൻ കഴിയും. നമ്മുടെ കർത്താവിന്റെ അടുക്കൽ ചെല്ലുവാൻ സാധിക്കും. രക്ഷയുടെ അവകാശികളായി തീരുവാൻ കഴിയും എന്ന ഉറപ്പിൽ ജീവിക്കുവാൻ ഈ ലോകത്തിൽ നമുക്ക് സാധിക്കും എന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. പാപം ചെയ്തതായ ഒരു വ്യക്തിയുടെയും പാപങ്ങളെ മായ്ച്ചു കളയുവാനോ അതിന് പരിഹാരം കണ്ടെത്തുവാനോ തൊക്കെ കഴിയുകയില്ല. ദൈവത്തിന്റെ പ്രവൃത്തിയിലൂടെ മാത്രമേ മനുഷ്യന്റെ പാപങ്ങളെ കഴുകിക്കളയുമെന്നൊക്കെ സാധിക്കുകയുള്ളൂ. ചിലർ പറയും, എൻ്റെ നല്ല പ്രവൃത്തികൾ എൻ്റെ പാപങ്ങൾ ഇല്ലായ്മ ചെയ്യുവാനൊക്കെ സാധിക്കും. ചിലർ പറയും, ഞാൻ 40 ദിവസം പ്രാർത്ഥിച്ചാൽ എൻ്റെ പാപങ്ങൾ കഴുകപ്പെടും, 40 കുമ്പസാരങ്ങൾ നടത്തിയാൽ എൻ്റെ പാപങ്ങൾ മാറിക്കിട്ടും, അല്ലെങ്കിൽ ഞാൻ ദാനധർമ്മങ്ങൾ ചെയ്താൽ എനിക്ക് എൻ്റെ പാപങ്ങളിൽ നിന്ന് ദൈവം എനിക്ക് ഒഴിവ് തരും, ചില കർമ്മ ആചാര പരിപാടികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ പാപത്തിന് മോചനം ഉണ്ടാകുമെന്ന് ചിലർ ചിന്തിക്കുന്നു. ചില തീർത്ഥാടനങ്ങളിൽ പോയാൽ ശരീരത്തെ ദണ്ഡിപ്പിക്കുവാനൊക്കെ ഏൽപ്പിച്ചു കൊടുത്താൽ ഒരുപക്ഷെ എൻ്റെ ശരീരത്തെ സ്വയമായി മുറിവേൽപ്പിച്ചു കഴിഞ്ഞാൽ എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി തീരുമെന്ന് ചിലർ ചിന്തിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് രക്ഷ കരഗതമാക്കുവാൻ, രക്ഷ നമുക്ക് ലഭിക്കുവാനൊക്കെ സാധിക്കുകയുള്ളൂ. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തെ സൃഷ്ടിച്ചപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം പറയുന്നത്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, ആ വചനം ദൈവമായിരുന്നു. നാം താഴെയുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ് ഈ ലോകത്തെ മുഴുവനായും സൃഷ്ടിച്ചത് എന്നും, അതിന്റെ 14-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ കാണുവാനൊക്കെ സാധിക്കുന്നത്, ആ കർത്താവായ യേശു ക്രിസ്തു ജഡ ശരീരമുള്ളവനായി മനുഷ്യരുടെ ഇടയിൽ വന്നു പാർത്തു എന്ന് നമുക്ക് കാണുവാനൊക്കെ സാധിക്കും. മനുഷ്യൻ വീഴ്ച ഭവിച്ചപ്പോൾ മനുഷ്യനെ രക്ഷിക്കുവാനൊക്കെ സ്വർഗത്തിൽ നിന്ന് ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ദൈവത്തിന്റെ വചനം നാം അങ്ങനെ വായിക്കുമ്പോൾ തന്നെ പലരും ചിന്തിക്കും, ഈ രക്ഷയുടെ പ്രവർത്തനം, രക്ഷയുടെ പദ്ധതി ഒരു ആഫ്റ്റർ തോട്ടാണോ, അഥവാ പാപത്തിന് ശേഷം രൂപീകരിച്ചതായ ഒരു പദ്ധതിയാണോ? സാധാരണ മനുഷ്യരൊക്കെ അങ്ങനെയാണ്. പ്രശ്നങ്ങൾ വരുമ്പോഴാണ് പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുവാനൊക്കെ നാം ശ്രമിക്കുന്നത്. എന്നാൽ സർവജ്ഞാനിയായ സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് അവന് തിരഞ്ഞെടുപ്പിന്റെ അവകാശം കൊടുത്തപ്പോൾ തന്നെ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, മനുഷ്യൻ പാപം ചെയ്താൽ അവനെ രക്ഷിക്കുവാനൊക്കെ പദ്ധതി ഇതാ തയ്യാറാക്കിയിട്ടുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നത്, വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 8-ാം വാക്യം പറയുന്നത്, ലോക സ്ഥാപനത്തിന് മുൻപേ അറുക്കപ്പെട്ടതായ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് വേദപുസ്തകം പറയുകയാണ്. ലോക സ്ഥാപനത്തിന് മുൻപേ അറുക്കപ്പെട്ടതായ ദൈവത്തിന്റെ കുഞ്ഞാട് നമ്മുടെ രക്ഷകനായ നസ്രനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പാടുകാരനായ യോഹന്നാൻ പറയുകയാണ്, മനുഷ്യൻ പാപം ചെയ്യുവാനൊക്കെ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ, മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ, ദൈവം ഈ ലോകത്തിന് അടിസ്ഥാനമിടുന്നതിന് മുൻപ് തന്നെ ദൈവം രക്ഷാപദ്ധതി ഒരുക്കിയിരുന്നു എന്നാണ്. എത്ര ജ്ഞാനിയായ, എത്ര കൃപാലുവായ, മനുഷ്യനെ രക്ഷിക്കുവാനൊക്കെ ഏത് വിധേനയും ശ്രമകരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആ കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് ഇവിടെ കാണുവാനൊക്കെ സാധിക്കും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനം നാം പരിശോധിക്കുന്നതായ സമയത്ത് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ തന്നെ ഈ രക്ഷയുടെ പദ്ധതിയുടെ ഭാഗമായി മനുഷ്യരെ എന്നേക്കും ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്തുവാനൊക്കെ ആഗ്രഹിക്കാതെ ദൈവം മനുഷ്യനോട് വന്ന് ഒരു രഹസ്യം പറഞ്ഞു. ആ രഹസ്യം പറഞ്ഞത്, നീ സർവകാലവും പാപത്തിന് അധീനനായി
പാപത്തിന് കൂട്ടുപിടിച്ച് പാപത്തോട് ഇണചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം പാടില്ല. നീ പാപത്തിന് എതിരെ നിൽക്കണം. പാപം നിന്നെ വേർപെടുത്തി നിർത്തണം. നീ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. പത്രോസിന്റെ ലേഖനം നാം വായിക്കുമ്പോൾ സാത്താനോട് എതിർത്ത് നിൽക്കുവാനും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാനുള്ളതായ ആഹ്വാനം പത്രോസ് അപ്പോസ്തലൻ നമുക്ക് നൽകുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം പറയുന്നത്, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വരുമെന്നും കർത്താവായ യേശുക്രിസ്തു സാത്താനെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യുമെന്നും, എന്നാൽ ആ ഇല്ലായ്മ ചെയ്യുവാൻ തക്കവണ്ണം വരുന്നതായ കർത്താവായ യേശുക്രിസ്തുവിനെ അവസാനം വരെയും പീഡിപ്പിക്കുമെന്നും ഒക്കെ വേദപുസ്തകത്തിൽ ലോക ആരംഭത്തിന് മുൻപ് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ രേഖപ്പെടുത്തിയിരിക്കുന്നതായ ദൈവവചനത്തിൽ വിശ്വസിക്കുന്നതായ നമുക്ക് പ്രത്യാശയുണ്ട് എന്ന ദൈവത്തിന്റെ വചനം പറയുകയാണ്. വെളിപ്പാടുകാരനായ യോഹന്നാൻ പറയുകയാണ്, ലോകസ്ഥാപനത്തിന് മുൻപേ അറുക്കപ്പെട്ടതായ ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടതായ എല്ലാ പേരും മൃഗത്തെ നമസ്കരിക്കുന്നതിൽ നിന്ന് എന്ത് ചെയ്യും? വിട്ട് നിൽക്കും. ആ പേരെഴുതപ്പെടാത്ത എല്ലാ പേരും ഈ മൃഗത്തെയും അഥവാ ദൈവത്തിന്റെ രക്ഷാ പദ്ധതിയുടെ ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുമെന്ന ദൈവത്തിന്റെ വചനം പറയുകയാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ നൽകിയിരിക്കുന്നതായ ആ വാഗ്ദത്തത്തിന്റെ നിവൃത്തിയായി യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കാണാതെ അറിയാവുന്നതായ ഒരു ദൈവവചനമുണ്ട്. ഒരുപക്ഷെ ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ലാതെ സകല ലോകർക്കും അറിയാവുന്നതായ ഒരു വലിയ സത്യമുണ്ട്. ആ സത്യം ഇങ്ങനെ പറയുന്നു, തന്റെ അഥവാ ദൈവത്തിന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഒരു മീറ്റിംഗിൽ പങ്കെടുത്തതായ സമയത്ത് ആ മീറ്റിംഗിൽ സംസാരിച്ചതായ അദ്ദേഹം പറയുകയുണ്ടായി, അവര് ചെറിയ ക്ലാസ്സിൽ പഠിച്ചതായ സമയത്ത് അവരുടെ അധ്യാപകർ പറയുമായിരുന്നു, അവസാനം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നുള്ളതിന് പകരം അവരുടെ പേര് പറഞ്ഞ് എന്നെ സ്നേഹിച്ചു അഥവാ ജോസ് പ്രകാശിനെ സ്നേഹിച്ചു എന്ന് വായിക്കണം എന്ന് പറയുമായിരുന്നു എന്ന്. എത്ര മനോഹരമായ ഒരു വാഗ്ദത്തമാണ്. God gave his only son. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി നൽകി. നാം ഇവിടെ ഇരിക്കുന്ന അനേകരും ഭൂരിപക്ഷം പേരും മക്കൾ ഉള്ളവരാണ്. നമ്മുടെ മക്കൾക്കൊരു രോഗം വന്നാൽ നമുക്ക് സഹിക്കില്ല. നമ്മുടെ മക്കളെ ഒരു ദിവസം നമുക്കറിയാൻ വയ്യാത്ത ഒരാളുടെ വീട്ടിലേക്കൊന്ന് വിടാൻ പറഞ്ഞാൽ നമ്മൾ വിടുമോ? വിടില്ല. എന്നാൽ ഏകജാതനായ പുത്രനെ, പിതാവായ ദൈവത്തിന്റെ എല്ലാമായിരിക്കുന്ന ആ സൂതനായ ദൈവപുത്രനെ പാപികളായിരിക്കുന്നതായ എന്നെയും നിന്നെയും രക്ഷിക്കുന്നതിന് വേണ്ടി ഈ ലോകത്തിലേക്ക് അയച്ചു എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. He loved this world. ഈ ലോകത്തെ അവൻ സ്നേഹിച്ചു, എന്നെ സ്നേഹിച്ചു. ഇന്ന് ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നതായ ഈ എന്നെ കർത്താവായ യേശുക്രിസ്തു സ്നേഹിച്ചത് കൊണ്ടാണ് ഇന്ന് നിങ്ങളോട് ഈ വചനം പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം എനിക്കിവിടെ നിൽക്കുവാൻ തക്കവണ്ണം സാധിച്ചത്. ആ കർത്താവായ യേശുക്രിസ്തു സ്നേഹിച്ചത് കൊണ്ടാണ് ഇന്ന് ഇവിടെ നിങ്ങൾക്കൊക്കെയും വന്നിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ തക്കവണ്ണം സാധിച്ചത്. ഇന്നൊരു പക്ഷേ ഈ ശബ്ദത്തിന്റെ പരിധിയിലിരിക്കുന്നതായ സകല പേരെയും കർത്താവായ യേശുക്രിസ്തു സ്നേഹിക്കുന്നു എന്നുള്ളതായ ഇമ്പമായ ശബ്ദമാണ് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. ഈ ദൈവത്തെ നാം വിശ്വസിക്കണം എന്ന് ദൈവത്തിന്റെ വചനം നമ്മോട് ആവശ്യപ്പെടുന്നു. ആ കർത്താവിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷ പ്രാപിക്കുവാൻ തക്കവണ്ണം സാധിക്കും. കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന്റെ വചനം പറയുന്നു, നീ മാത്രമല്ല നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ രക്ഷാ പദ്ധതി എന്ന് പറയുന്നത് ഒരു വലിയ അത്ഭുതമാണ്. അത് മനുഷ്യർക്ക് തടഞ്ഞു നിർത്തുവാൻ തക്കവണ്ണം കഴിയുന്നതായ ഒരു സംരംഭമല്ല. അത് മനുഷ്യ പദ്ധതിയിൽ ഉണ്ടായതല്ല. ഇറ്റ് ഈസ് ഒറിജിനേറ്റഡ് ഫ്രം ദ ത്രോൺ ഓഫ് ഗോഡ് ഇറ്റ്സെൽഫ്.
ദൈവത്തിന്റെ രക്ഷണീയ പദ്ധതി എന്ന് പറയുന്നത് ദൈവത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് തുടങ്ങിയതായ ഒരു വലിയ പദ്ധതിയാണ്. അത് ഇന്ന് ലോകത്തിലുള്ളതായ ഏത് ശക്തി വിചാരിച്ചാലും അതിനെ തടസ്സം ചെയ്യുവാൻ തക്കവണ്ണം സാധിക്കുകയില്ല. കാരണം ആ ദൈവത്തിന്റെ ശക്തമായ രക്ഷാ പദ്ധതി ഇന്ന് ലോകത്തിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മനുഷ്യർ ചുമരുകെട്ടി ഈ രക്ഷയുടെ പദ്ധതിയെ തടസ്സം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഹൃദയങ്ങളിലൂടെ ഇന്ന് പകൽക്കാലം മനുഷ്യ ഹൃദയങ്ങളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു പക്ഷേ ഏറ്റവും കഠിനഹൃദയനായ ഒരു മനുഷ്യനെ ഒരു സൈക്കാട്രിസ്റ്റിനോ ഒരു ഡോക്ടറിനോ ഒരു മനുഷ്യനോ തന്റെ ഭാര്യയ്ക്കോ ഭർത്താവിനോ ഒന്നും മാറ്റുവാൻ തക്കവണ്ണം കഴിഞ്ഞില്ല എങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നത് അത് ഇരുവായി തലയുള്ള വാളാകുന്നു. ഏത് സന്ധിമജ്ജകളെയും തുളച്ചു കീറുവാനും അതിനെ പരിവർത്തനം ചെയ്യുവാനും മാറ്റുവാനും അവനെ പാടെ മറിക്കുവാൻ ശക്തിയുള്ളതായ ദൈവത്തിന്റെ വചനം പറയുന്നത് ഈ ദൈവത്തിന്റെ വിശാലമായ രക്ഷയുടെ പദ്ധതി ഇറ്റ് ഈസ് എ മിറക്കിൾ. ഇത് ഒരു മനുഷ്യനും തടഞ്ഞു നിർത്തുവാൻ തക്കവണ്ണം കഴിയുകയില്ല. ഞാൻ എങ്ങനെ രക്ഷ പ്രാപിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് എനിക്കറിയില്ല. ഒരു മനുഷ്യൻ എങ്ങനെ കർത്താവ് യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് വരുന്നു എന്ന് ചോദിച്ചാൽ he cannot know it because the plan has originated from the throne of God. ദൈവത്തിന്റെ സിംഹാസനത്തിൽ നിന്നാണ് ദൈവത്തിന്റെ രക്ഷയുടെ പദ്ധതി ഇത് ഇങ്ങനെ വരുന്നത്. ഒരുപക്ഷെ ഇന്ന് രാഷ്ട്രീയക്കാർ ഈ സുവിശേഷത്തെ ചെറുത്തു നിർത്തുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നു. ആദിമ സഭയുടെ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ചെറുത്തു നിർത്തുവാൻ തക്കവണ്ണം നോക്കിയപ്പോൾ ഒരു രാഷ്ട്രം തന്നെ ക്രൈസ്തവരുടെ നാമധേയത്തിൽ ആരംഭിക്കുവാൻ തക്കവണ്ണം അത് ഇടവരുത്തി. എവിടെയെല്ലാം ക്രൈസ്തവരെ അഥവാ കർത്താവ് യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നവരെയും യേശുക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെയും തടഞ്ഞു നിർത്തുവാനോ തടസ്സം ചെയ്യുവാനോ നോക്കിയോ അവിടെയൊക്കെ ദൈവത്തിന്റെ ഈ രക്ഷയുടെ പദ്ധതി അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. 100 200ആയും 200 2000ആയും 2000 2 ലക്ഷമായും 2 ലക്ഷം 2 കോടിയായും ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ രക്ഷയുടെ പദ്ധതിയുടെ സന്തോഷം അനുഭവിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം നമ്മെല്ലാവരെയും വിളിക്കുന്നത്. He loved this world. അത് എന്നെ മാത്രമല്ല, ഈ ശബ്ദപരിധിയിൽ ഇരിക്കുന്നതായ ആരെങ്കിലും ഒരാളെ മാത്രമല്ല, ഈ ലോകത്തെ മുഴുവനായി സ്നേഹിച്ചവനായ കർത്താവ് പറയുകയാണ്, ഞാൻ എൻ്റെ ജീവൻ ഈ ലോകത്തിലുള്ളതായ സകല മനുഷ്യർക്കും വേണ്ടി നൽകിയിരിക്കുകയാണ്. ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയല്ല, ഈ ലോകത്തിലുള്ളതായ സകലമായ മനുഷ്യർക്കും വേണ്ടി നൽകപ്പെട്ടതായ ചൊരിയപ്പെട്ടതായ ആ നിസ്തുല്യ രക്തത്തിന്റെ അവകാശികളായി തീരുന്നതിന് വേണ്ടിയാണ് കർത്താവ് യേശുക്രിസ്തു നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നത്. ആ യേശു വിളിക്കുകയാണ്, നീ എൻ്റെ അടുക്കിലേക്ക് വരിക, എന്നെ രക്ഷിതാവായി സ്വീകരിക്കുക. നമ്മുടെ രക്ഷ ആരംഭിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്. നമ്മുടെ രക്ഷാ പദ്ധതി ആരംഭിച്ചത് ദൈവത്തിൽ നിന്നാണ്. അത് മനുഷ്യന്റെ കണ്ടുപിടുത്തമല്ല. ഒരുപക്ഷെ മനുഷ്യര് ഇന്ന് എങ്ങനെ സുവിശേഷ വേല ചെയ്യണം, എങ്ങനെ രക്ഷന്റെ പ്രവർത്തനം മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് ചിന്തിച്ച് ഒരുപാട് പ്രശ്നങ്ങളിലും പ്രതികൂലങ്ങളിലും ഇരിക്കുമ്പോൾ സ്റ്റിൽ ഇറ്റ് ഈസ് ഗോയിങ് ഫോർവേഡ്. ഇത് സ്വർഗത്തിൽ നിന്ന് ആരംഭിച്ചതായ രക്ഷാപദ്ധതിയാണ്. ലോക സ്ഥാപനത്തിന് മുൻപേ ആരംഭിച്ചതായ രക്ഷാപദ്ധതിയാണ്. ആ രക്ഷാപദ്ധതിയുടെ പദ്ധതി പ്രകാരമാണ് ഞാൻ നിങ്ങളും കർത്താവ് യേശുക്രിസ്തുവിനെ സ്വീകരിച്ച ആ രക്ഷയുടെ ഭാഗമായി ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുന്നത്. നാം ആ രക്ഷയുടെ വക്താക്കളായിട്ടാണ് ഇന്ന് ജീവിക്കുന്നത്. ഒരുപക്ഷെ മനുഷ്യൻ ചോദിക്കും, എന്തുകൊണ്ട് യേശുക്രിസ്തുവിലൂടെ മാത്രം രക്ഷ നേടുവാൻ തക്കവണ്ണം സാധിക്കും? എന്തുകൊണ്ട് മറ്റാരിലൂടെയും രക്ഷ നേടുവാൻ തക്കവണ്ണം കഴിയുന്നില്ല? യേശുക്രിസ്തുവിനെ പോലെ നന്മ പ്രവർത്തിച്ചതായ ധാരാളം ഗുരുക്കന്മാർ ഈ ലോകത്തിലുണ്ടായിരുന്നല്ലോ. അനേകര് ഈ ലോകത്തിൽ അവർ രക്ഷിതാവാണ് എന്ന് പറഞ്ഞ് വന്നല്ലോ. അനേക നല്ല ഗുരുക്കന്മാർ ഈ ലോകത്തിൽ ഇപ്പോഴും ഉണ്ടല്ലോ. ജീവിച്ചിരിക്കുന്നതായ നല്ല മനുഷ്യരുണ്ടല്ലോ. മനുഷ്യ സേവനം ചെയ്ത് മരണപ്പെട്ടു പോയതായ അനേക നല്ല മനുഷ്യരുണ്ടല്ലോ. അവർക്കാർക്കും മനുഷ്യനും രക്ഷ നൽകുവാൻ തക്കവണ്ണം കഴിയാത്തത് എന്ന് കൊലോസ്യരുടെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, അവനിലല്ലോ ദൈവത്തിന്റെ സർവ സമ്പൂർണതയും അഥവാ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എന്ന് വെച്ചാൽ സ്വർഗത്തിലെ ദൈവം ആ രൂപത്തിലും ഭാവത്തിലും സ്വഭാവത്തിലും വസിച്ചിരുന്നത് കർത്താവ് യേശുക്രിസ്തുവിൽ ആയിരുന്നു. ഒരിക്കൽ പരീക്ഷ പ്രമാണിയായിരുന്നതായ നിക്കോദിമോസ് രാത്രി കർത്താവ് യേശുക്രിസ്തുവിനെ ചെന്ന് കാണുവാനും യേശുക്രിസ്തുവിൽ നിന്ന് സ്വർഗീയ പരിജ്ഞാനം നേടുവാനും തക്കവണ്ണം ആഗ്രഹിച്ചു. നിക്കോദിമോസ് യേശുക്രിസ്തുവിനോട് ചെന്ന് ചോദിച്ചു, കർത്താവേ, ഞാൻ രക്ഷ പ്രാപിക്കുന്നത് എങ്ങനെ? കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, നീ വീണ്ടും ജനിക്കണം. നിക്കോദിമോസ് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഞാൻ ഇപ്പോൾ ഒരു പൂർണ്ണ വളർച്ചയുള്ളതായ ഒരു മനുഷ്യനായി തീർന്നിരിക്കുന്നു, ഞാൻ എങ്ങനെ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ കയറി വീണ്ടും ജനിക്കും?
കർത്താവ് യേശു ക്രിസ്തു നിക്കോദീമോസിന്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, നീ ഇസ്രായേലിന്റെ ഇത്രയും വലിയ ഉപദേശകനായിരുന്നിട്ടും നിനക്ക് ഈ കാര്യം അറിയില്ലയോ? ഞാൻ സ്വർഗത്തിൽ ഇരിക്കുകയും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ഇപ്പോൾ നിന്നോടുകൂടെ സംസാരിക്കുകയും ചെയ്യുന്നതായ ഞാൻ സ്വർഗത്തിലുള്ളതായ കാര്യങ്ങൾ നിന്നോട് പറഞ്ഞിട്ട് നീ വിശ്വസിക്കുന്നില്ല എങ്കിൽ എങ്ങനെ മനുഷ്യർ നിന്നോട് ഈ കാര്യങ്ങൾ പറഞ്ഞാൽ നിനക്ക് വിശ്വാസമായി തീരും? കർത്താവ് യേശു ക്രിസ്തു ദൈവത്തെ കാണിക്കുവാനൊത്തവണ്ണം അപ്പോസ്തലനായ പൗലോസ് ലേഖനത്തിൽ പറയുന്നത്, ആ കർത്താവ് യേശു ക്രിസ്തുവിനല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിച്ചത്. മറ്റാരിലും ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിച്ചിട്ടില്ല. അതിന് ചില കാരണങ്ങളുണ്ട്. ഞാനൊരു 8-9 കാരണങ്ങൾ ഇത് രാത്രികാലം വളരെ ചുരുക്കമായി പറഞ്ഞു പോകുവാനൊത്തവണ്ണം ആഗ്രഹിക്കുകയാണ്. അതിന് ഒന്നാമത്തെ കാരണം, കർത്താവായ യേശു ക്രിസ്തു ദൈവമായിരിക്കെ മനുഷ്യ ശരീരമുള്ളവനായി ഭൂമിയിൽ വസിച്ചു. അവൻ ദൈവമായിരിക്കെ മനുഷ്യ ശരീരമുള്ളവനായി മനുഷ്യനായി ഈ ഭൂമിയിൽ വസിച്ചു. യോഹന്നാന്റെ സുവിശേഷം പറയുന്നത്, ആദിയിൽ വചനമുണ്ടായി, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, ആ വചനം ദൈവമായിരുന്നു. 14-ാം അധ്യായം പറയുന്നത്, ആ വചനം ജഡമായി തീർന്നു, അവൻ മനുഷ്യനായി ഭൂമിയിൽ വന്ന് വിളങ്ങി, നമ്മുടെ ഇടയിൽ പാർത്തു. നാം ഒരുപക്ഷെ പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 8-ാം വാക്യത്തിൽ ദൈവം മനുഷ്യരുടെ ഇടയിൽ പാർക്കുവാനൊക്കെ ആഗ്രഹിക്കുന്നു, ആയതുകൊണ്ട് നിങ്ങൾ എനിക്കൊരു കൂടാരം ഉണ്ടാക്കുമെങ്കിൽ ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്ന് പാർക്കാമെന്ന് പറഞ്ഞവരായ അതേ കർത്താവായ യേശു ക്രിസ്തു ഇതാ പുതിയ നിയമ പുസ്തക ചരിത്രം പരിശോധിക്കുമ്പോൾ മനുഷ്യരുടെ ഇടയിൽ വന്ന് പാർത്തു. മറ്റാരും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മനുഷ്യരുടെ ഇടയിൽ പാർത്തിട്ടില്ല. മറ്റാരും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മനുഷ്യരുടെ ഇടയിൽ പാർക്കുവാനൊക്കെ ആഗ്രഹിച്ചിട്ടില്ല. മറ്റാരും തന്നെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ദൈവത്തെ മനുഷ്യർക്ക് കാണിച്ചു കൊടുത്തിട്ടുമില്ല. 2, കർത്താവ് യേശു ക്രിസ്തു പാപം ചെയ്യാത്തതായ ഒരു ജീവിതം നയിച്ചു. കർത്താവ് യേശു ക്രിസ്തു പാപം ചെയ്തിട്ടില്ല. ഇന്ന് ക്രിസ്ത്യാനികളെയും ക്രിസ്തുവിനെയും നിന്ദിക്കുന്നതായ ശത്രുക്കൾക്ക് പോലും യേശു ക്രിസ്തു പാപം ചെയ്തു, യേശു ക്രിസ്തു ഒരു തെറ്റ് ചെയ്തു, യേശു ക്രിസ്തു എന്തെങ്കിലും തെറ്റായ മാർഗത്തിലൂടെ, എനിക്ക് ഒരു വാക്ക് പറയണമെന്നുണ്ട്, ആ വാക്ക് കിട്ടുന്നില്ല, തെറ്റായ മാർഗത്തിലൂടെ ജീവിച്ചു എന്ന ശത്രുക്കൾ പോലും യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇന്ന് കുറ്റം ആരോപിക്കുന്നില്ല. ഒരുപക്ഷെ യേശു ക്രിസ്തുവിന്റെ അനുയായികളെ കുറിച്ച് 100,000 കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കാം. അത് ഉണ്ടാകും. യേശു ക്രിസ്തു വരുന്നതുവരെയും നമ്മിൽ കുറ്റവും കുറവുകളും ഒക്കെയും ഉണ്ടാകും. എന്നാൽ കർത്താവ് യേശു ക്രിസ്തുവിൽ പാപം ഉണ്ടായിരുന്നില്ല. എബ്രായരുടെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം പറയുന്നത്, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിവുള്ളവൻ അല്ലോ, പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെടുകയും ചെയ്തവൻ ആകുന്നു. പാപം ഒഴികെ കർത്താവ് യേശു ക്രിസ്തു പാപം ചെയ്തിട്ടില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ചില ക്രൈസ്തവർ പറയുന്നു, കർത്താവ് യേശു ക്രിസ്തു കൽപ്പന ലംഘിച്ചു, കർത്താവ് യേശു ക്രിസ്തു ശബത്തിൽ ജോലി ചെയ്തു എന്നൊക്കെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ശത്രുക്കൾ ഇന്നും കുറ്റം ആരോപിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് യേശു ക്രിസ്തു പാപം ചെയ്തിട്ടില്ല. യേശു ക്രിസ്തുവിന്റെ ചരിത്രം പഠിക്കുന്ന, അഥവാ ഒരു ചരിത്ര പുരുഷനായി കർത്താവ് യേശു ക്രിസ്തുവിനെ പഠിക്കുന്നതായ ഒരു വ്യക്തിക്ക് പോലും യേശു ക്രിസ്തുവിൽ പാപം കണ്ടെത്തുവാനൊക്കെ കഴിയുകയില്ല. ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്നതായ ഒരു മനുഷ്യനും ഇല്ലാത്തതായ ഒരു സവിശേഷതയാണ്. 3-ാമത്തെ കാര്യം, കർത്താവായ യേശു ക്രിസ്തു ഒരു പകരക്കാരനായി നമുക്കെല്ലാവർക്കും വേണ്ടി മരിച്ചു. His death was a substitutionary death. അവന്റെ പാപത്തിന് വേണ്ടിയോ അവന്റെ രക്ഷയ്ക്ക് വേണ്ടിയോ അവന്റെ നന്മയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഈ പാപ പങ്കുലമായ ലോകത്തിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി ഒളിച്ചോടി പോയതായ ഒരു മരണമല്ല, ആത്മഹത്യയല്ല. It was a purposeful death. It was a purposeful planned death for each of you, each of us. അത് എനിക്കും നിനക്കും വേണ്ടി ലോക ആരംഭത്തിന് മുമ്പേ വിഭാവനം ചെയ്തിരുന്നതായ ഒരു മരണമായിരുന്നു. പാപമില്ലാത്തതായ കർത്താവ് യേശു ക്രിസ്തു പാപികളായ നമുക്ക് വേണ്ടി മരിക്കണം എന്നുള്ളത് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം അതിന് 21-ാം വാക്യത്തിൽ പറയുന്നത്, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. പാപം അറിയാത്തതായ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു
നമ്മുടെ പാപങ്ങൾ സകലവും അവനിൽ ചുമത്തപ്പെട്ട് അവൻ നമ്മുടെ പാപം ശിരസ് വഹിച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു. ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്നതും മരിച്ചുപോയതുമായ അനേക മതസ്ഥാപകന്മാരെ ഉണ്ട്. ഈ ഏതെങ്കിലും മതസ്ഥാപകന്മാർക്ക് ഈ ഇത്തരത്തിൽ എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുവാന്നൊക്കെ വേണം ലോകത്തിൽ നാളിതുവരെ സ്ഥാപിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഞാൻ പാപമില്ലാതെ ജീവിച്ചു, ഇതാ മറ്റുള്ളവരുടെ പാപത്തിന് വേണ്ടി മറ്റുള്ളവരുടെ ജീവന് വേണ്ടി ഞാനിതാ എന്റെ ജീവനെ കൊടുക്കുന്നു എന്ന് പറഞ്ഞതായ ഒരു വ്യക്തിയും ഇന്ന് ലോക ചരിത്രത്തിൽ ഇല്ല. നമ്മുടെ നസ്രയനായ യേശു ക്രിസ്തു അല്ലാതെ. കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ തന്നെ വിരിഞ്ഞ മാർവ് രണ്ട് കൈയും നീട്ടി ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞപ്പോൾ അത് ഈ ലോകത്തിലുള്ളതായ സകല മനുഷ്യർക്കും വേണ്ടിയായിരുന്നു. ഒരുപക്ഷെ അന്ന് കർത്താവ് യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചതായ ആ ദുഷ്ട പടയാളികൾക്കും കർത്താവ് യേശു ക്രിസ്തുവിനെ കൊല്ലുവാനൊക്കെ വണ്ണം വിധിച്ചതായ ആ ദുഷ്ട ന്യായാധിപന്മാർക്കും കർത്താവ് യേശു ക്രിസ്തുവിനെ ഭാവിയിൽ നിന്ദിക്കുന്നതായ സകലമായ മനുഷ്യർക്കും വേണ്ടി കർത്താവ് യേശു ക്രിസ്തു തന്റെ കൈകാലുകൾ കാൽവരി ക്രൂശിൽ വിരിച്ച് ആണികൾ അടിക്കുവാനൊക്കെ വണ്ണം ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടി ആകുന്നു. He paid my debt. എന്റെ പാപം അവൻ വഹിച്ചു. നമ്മുടെ ഓരോരുത്തരുടെയും പാപം കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. എനിക്ക് ഏറ്റവും അത്ഭുതമുള്ള, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എനിക്ക് ഏറ്റവും കർത്താവ് യേശു ക്രിസ്തുവിനോടുകൂടെ പ്രിയം തോന്നുന്നതായ മറ്റൊരു സംഗതി എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ലോകത്തിൽ അനേക മതസ്ഥാപകന്മാരുണ്ട്, അനേക മതങ്ങളുമുണ്ട്. എന്നാൽ അവരുടെ ഗ്രന്ഥങ്ങളിലോ അവരുടെ വിശ്വാസത്തിലോ ആരും മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റതായി രേഖപ്പെടുത്തിയിട്ടില്ല. കർത്താവ് യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്ന് ഇന്ന് കർത്താവ് യേശു ക്രിസ്തുവിന്റെ ആ ശൂന്യമായ കല്ലറ നമുക്ക് സാക്ഷ്യം വഹിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ആദ്യജാതനായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആ കല്ലറകൾക്ക് ഉൾക്കൊള്ളുവാനൊക്കെ വേണം സാധിച്ചില്ല. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ പറയുന്നത്, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇവിടെ തിരുവെഴുത്തുകളിൻ പ്രകാരം എന്ന് പ്രത്യേകം എടുത്തു പറയാനുള്ളതായ കാരണം this was a purposeful act. This was a purposeful plan. It was a well executed plan. അത് ഏതെങ്കിലും ശത്രുക്കളെ യേശുക്രിസ്തുവിനെ അപകടകരമായി പിടിച്ചു കൊന്നു എന്നല്ല, ഏതെങ്കിലും കുറ്റം ആരോപിച്ച യേശുക്രിസ്തുവിനെ അങ്ങ് ഒഴിവാക്കി എന്നല്ല. It was a purposeful plan that was executed, well designed. കർത്താവ് യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം, കർത്താവ് യേശു ക്രിസ്തു മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് അനേകരോട് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നേരം പോക്കിന് വേണ്ടി പോലും ആരും ഒരു മനുഷ്യനും പറയുന്നില്ല ഞാൻ മരിച്ച് ഞാൻ മടങ്ങി വരുമെന്ന്. ഇന്ന് നാം അനേകരുടെ മരണം കാണുന്നു, ആരും പറഞ്ഞിട്ടില്ല ഞാനിതാ മരിക്കുന്നു 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. മരിക്കുകയില്ല എന്ന് വാഗ്വാദം അടിച്ചതായ, മരിക്കുകയില്ല എന്ന് വളരെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ജീവിച്ചതായ അനേകർ മരിച്ചു, മണ്ണറിഞ്ഞു പോയി. അവരുടെ ഓർമ്മ ഇന്ന് ഭൂമിയുടെ ഭൂമുഖത്ത് ഇല്ല. എന്നാൽ എൻ്റെ യേശു ഇന്നും ജീവിക്കുന്നു. എൻ്റെ യേശു ഇന്നും ജീവിക്കുന്നു. അവന് മരണത്തിനെ കീഴ്പ്പെടുത്തുവാനൊക്കെ വേണം സാധിച്ചില്ല. ആ നസ്രയനായ യേശു ജീവിക്കുന്നു. ഇന്ന് ലോകത്തിന് എന്തുകൊണ്ട് ക്രൈസ്തവർ, എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾ, എന്തുകൊണ്ട് ക്രിസ്തു മതം, എന്തുകൊണ്ട് ക്രിസ്തു എന്ന് തന്നെ ചോദിക്കുമ്പോൾ അതിന് ഏറ്റവും വലിയ തെളിവ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളതാണ്. 5-ാമത്, കർത്താവായ യേശു ക്രിസ്തു ഒരു വലിയ അവകാശവാദം ഉന്നയിച്ചു. നാം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ആകുന്നു വഴി എന്ന് ലോകത്തിൽ ഒരു മനുഷ്യനും ഇതുവരെയും പറഞ്ഞിട്ടില്ല. എത്ര വലിയ ഭക്തനായിരുന്നാലും ഇതുവരെയും പറഞ്ഞിട്ടില്ല. നേരപ്പോക്കിനായിട്ട് പോലും ഞാൻ ആകുന്നു വഴി എന്ന് നാളിതുവരെ പറഞ്ഞിട്ടില്ല. യേശു ക്രിസ്തു പറയുകയാണ്, ഐ ആം ദ വേ.
യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ ആകുന്നു സത്യം. ഐ ആം ദ ട്രൂത്ത്. കർത്താവ് യേശു ക്രിസ്തുവിനോട് ഒരു ന്യായാധിപൻ ചോദിച്ചു, എന്താണ് സത്യം? ഐ ആം ദ ട്രൂത്ത്. ഞാൻ ആകുന്നു സത്യം. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, കർത്താവ് യേശു ക്രിസ്തു പറയുകയാണ്, ഞാൻ ആകുന്നു വഴി, ഞാൻ ആകുന്നു സത്യം, എന്നിൽ കൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ കടക്കുവാൻ സാധിക്കുകയില്ല. ഒടുവിൽ ആ വാക്യത്തിന്റെ അവസാനം പറയുന്നത്, ഐ ആം ദ ലൈഫ്. ഞാൻ ജീവനാകുന്നു, ഞാൻ ജീവനാകുന്നു, എന്നിലൂടെ അല്ലാതെ ആർക്കും ജീവൻ ലഭിക്കുകയില്ല. ഇന്ന് ലോകത്തിലുള്ള അനേക മതങ്ങളിലും മതസ്ഥാപകരിലും നമുക്ക് ചികഞ്ഞെടുത്താൽ പോലും അവര് നേരം പോക്കിന് പോലും പറയുവാൻ കഴിയാത്തതായ ഒരു കാര്യമാണ്. ഞാൻ നല്ല ജീവിതം നയിക്കുന്നു എന്ന് പോലും ആർക്കും പറയാൻ കഴിയാത്ത ഒരു ലോകത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. എന്നാൽ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവരെല്ലാം ജീവിക്കും. ഒരുപക്ഷെ അവൻ ഈ ലോകത്തിൽ മരിച്ചാലും ജീവിക്കുമെന്ന് കർത്താവ് യേശു ക്രിസ്തു പറയുകയാണ്. കാരണം ഞാൻ ജീവൻ ആകുന്നു, ഞാൻ മരണത്തെയും പാതാളത്തെയും ജയിച്ചവൻ ആകുന്നു, മരണം എന്റെ കാൽ കീഴിൽ ആക്കി ഞാൻ ജയോത്സവം കൊണ്ടാടിയവൻ ആകുന്നു. ആയതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ ഒരു വലിയ പ്രത്യാശ എന്ന് പറയുന്നത് നാം മരിച്ചാലും ജീവിക്കും എന്നുള്ളതാണ്. കാരണം കർത്താവ് യേശു ക്രിസ്തു നമുക്ക് മാതൃകയായി, മുന്നോടിയായി ദൈവത്തിന്റെ സന്നിധിയിൽ ആദ്യ ഫലമായി മരിച്ചവരിൽ നിന്ന് ഉയർത്ത് എഴുന്നേറ്റിരിക്കുകയാണ്. കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞില്ല, ഞാൻ അനേക വഴികളിൽ ഒന്നാണ് എന്ന് പറഞ്ഞില്ല. കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞില്ല, ഞാൻ നല്ല ഒരു അധ്യാപകനാണ്, നല്ലൊരു ഗുരുവാണ് എന്ന് യേശു ക്രിസ്തു പറഞ്ഞില്ല. ഞാൻ നല്ല ഒരു ജീവന്റെ മാർഗമാണ് എന്ന് പറഞ്ഞില്ല. യേശു ക്രിസ്തു പറഞ്ഞു, ഐ ആം ദ ഓൺലി വേ, ഐ ആം ദ ഓൺലി ട്രൂത്ത്, ഐ ആം ദ ഓൺലി ലൈഫ്. ഞാൻ ആകുന്നു ഏക വഴി, ഞാൻ ആകുന്നു ഏക സത്യം, ഞാൻ ആകുന്നു ജീവന്റെ ഏക മാർഗം. കർത്താവ് യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ മനുഷ്യന് രക്ഷ പ്രാപിക്കുവാൻ തക്കവണ്ണം സാധിക്കുകയില്ല. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 12-ാം വാക്യം പറയുന്നത്, മറ്റൊരുവനിലും രക്ഷയില്ല. ആകാശത്തിന് കീഴിൽ മനുഷ്യൻ രക്ഷ പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം നൽകപ്പെട്ടതായ നാമങ്ങളിൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. യേശു ക്രിസ്തുവിന്റെ നാമത്തിനല്ലാതെ മനുഷ്യനെ രക്ഷ പ്രാപിക്കുവാൻ, മനുഷ്യനെ രക്ഷപ്പെടുത്തുവാൻ തക്കവണ്ണം കഴിയുകയില്ല. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമം എല്ലാ നാമങ്ങൾക്കും മേലായ നാമമാണ്. കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ നിന്റെ പാപത്തെ മോചിപ്പിക്കും. ഇന്ന് ലോകത്തിലുള്ളതായ ഒരു മനുഷ്യനും പാപം മോചിപ്പിക്കുവാൻ തക്കവണ്ണം അധികാരമില്ല, ആർക്കും കഴിയുകയില്ല. യേശു ക്രിസ്തു പറയുകയാണ്, ഐ വിൽ ഫർഗീവ് യുവർ സിൻസ്. നിന്റെ പാപങ്ങളെ എത്ര കടുംചുവപ്പായിരുന്നാലും ഞാൻ അതിനെ ഹിമം പോലെ വെളുപ്പിക്കും. ഇന്ന് നമ്മുടെ വസ്ത്രങ്ങളിൽ പറ്റുന്നതായ കറകൾ പോലും നമുക്ക് അത് പൂർവ്വസ്ഥിതിയിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരങ്ങളിൽ പറ്റിയിരിക്കുന്ന, നമ്മുടെ മനസ്സിൽ പറ്റിയിരിക്കുന്നതായ ഈ പാപകറകളെ പോക്കുവാൻ തക്കവണ്ണം കർത്താവിന് കഴിയും എന്ന് പറയുന്നത് എത്ര സന്തോഷകരമായ വാർത്തയാണ്, എത്ര സന്തോഷകരമായ വർത്തമാനമാണ്. ഏറ്റവും ഒടുവിലായി ദൈവത്തിന്റെ വചനം പറയുന്നത്, ഐ വിൽ കം അഗെയിൻ, ഞാൻ വീണ്ടും വരും. ഇന്ന് ലോകത്തിലുള്ളതായ ഒരു വ്യക്തിക്കും പറയുവാൻ തക്കവണ്ണം കഴിയാത്തതായ ഒരു വസ്തുതയാണ്. ഇന്ന് ഞാനിവിടെ പത്തനംതിട്ട വന്നു, ഞാൻ ഇന്ന് മടങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ എനിക്ക് അതിന് പോലും ഉറപ്പ് പറയുവാൻ തക്കവണ്ണം സാധിക്കുകയില്ല. നാം രാവിലെ വീടുകളിൽ നിന്ന് ഇറങ്ങി വരുന്നു, ഞാൻ മടങ്ങി വീട്ടിലേക്ക് വരും എന്ന് പോലും നമുക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയാത്തതായ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ യേശു ക്രിസ്തു പറയുകയാണ്, ഐ വിൽ കം അഗെയിൻ, ഞാൻ വീണ്ടും വരും. ഇത്ര സുനിശ്ചിതമായി യേശു ക്രിസ്തു നമ്മോട് പറയുകയാണ്, ഞാൻ വീണ്ടും വരും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം പറയുന്നത്, നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്, കലങ്ങിപ്പോകരുത്. പിതാവിൽ വിശ്വസിക്കുവാൻ, എന്നിലും വിശ്വസിക്കാൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾക്ക് ഇരിക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഞാൻ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ പിതാവിന്റെ അടുക്കൽ ഇരിക്കണമെന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ കൊണ്ട് ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, നമ്മുടെ പാപങ്ങളെ കഴുകിത്തരാമെന്ന് പറയുന്നതായ കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, നമ്മുടെ പാപങ്ങൾ എത്ര കടുചുവപ്പായിരുന്നാലും അതിനെ പോലെ വെളുപ്പിക്കാം. മറ്റാർക്കും നമ്മുടെ പാപങ്ങളെ കഴുകുവാൻ കഴിയുകയില്ല.
മറ്റാർക്കും ഞാൻ വേഗം വരും, അല്ലെങ്കിൽ ഞാൻ വീണ്ടും വരും എന്ന് പറയുവാൻ തക്കവണ്ണം സാധിക്കുകയില്ല. എഫേസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന് 8-9 വാക്യങ്ങൾ പറയുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം തന്നെ ആകും. കൃപയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ദൈവത്തിന്റെ രക്ഷ ലഭ്യമായിരിക്കുന്നത് കൃപയാലത്രേ എന്ന് പറഞ്ഞാൽ സൗജന്യമായിട്ടത്രേ. ഇറ്റ് ഈസ് എ ഫ്രീ ഗിഫ്റ്റ്. ഇന്ന് മനുഷ്യർ രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപകൾ ചെലവഴിക്കുന്നു, അനേക ദാനധർമ്മങ്ങൾ നടത്തുന്നു. ദാനധർമ്മങ്ങൾ നടത്തരുത് എന്ന് പറയുന്നില്ല, അത് നല്ലതാണ്, അത് അനിവാര്യമാണ്. അതുകൊണ്ട് ഉപജീവനം കഴിക്കുന്നവരും രക്ഷപ്പെടുന്നവരും, അതുകൊണ്ട് ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്നതായ കോടാനുകോടി ജനങ്ങളുണ്ട്, അതൊക്കെ നല്ലത് തന്നെയാണ്. എന്നാൽ മനുഷ്യന് രക്ഷ നേടണമെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് വരണം. ഒരു മനുഷ്യന് രക്ഷ വേണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് വരണം. ആ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കണം. ആ യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് തന്റെ പാപങ്ങളുടെ മോചനത്തിനായി കടന്നു വരണം. യേശുക്രിസ്തുവിന്റെ അടുക്കൽ തന്റെ പാപമോചനത്തിനായി അപേക്ഷിക്കണം. കർത്താവിൽ വിശ്വസിച്ച് അവരോട് ചേരുവാൻ തക്കവണ്ണം ആഗ്രഹിക്കേണ്ടതായ ആവശ്യമുണ്ട്. We cannot work for our salvation. നമ്മുടെ രക്ഷയ്ക്കായിട്ട് നമുക്ക് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം സാധിക്കുകയില്ല. നമുക്ക് രക്ഷ വില കൊടുത്ത് വാങ്ങുവാനും കഴിയുകയില്ല. മറ്റാർക്കെങ്കിലും നമുക്ക് വേണ്ടി പ്രവർത്തിച്ച് ആ രക്ഷ പാസ് ഓൺ ചെയ്യുവാൻ നമുക്ക് സാധ്യമല്ല. കർത്താവ് യേശുക്രിസ്തു തരുന്നതായ രക്ഷ അത് തികച്ചും വ്യക്തിപരമാണ്. ഇറ്റ് ഈസ് ഇൻഡിവിജ്വൽ, ഇറ്റ് ഈസ് നോട്ട് കളക്റ്റീവ്. അത് ഒരു സമൂഹത്തിന് മുഴുവനായി കൊടുക്കുന്നതല്ല. എന്നാൽ സമൂഹത്തിലുള്ളതായ ഓരോ വ്യക്തികൾക്കും വ്യക്തിപരമായി നൽകുന്നതായ നിത്യരക്ഷയാണ് ദൈവം നമുക്ക് വച്ച് നീട്ടുന്നത്. ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത്, ഞാൻ രക്ഷ പ്രാപിക്കുവാൻ ഈ ലോകത്തിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടതായ നാമങ്ങളിൽ യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ വേറെ ഒരു നാമവും ഇല്ല. നോ അതർ നെയിം. കർത്താവ് യേശുക്രിസ്തു ഇന്ന് ഈ സന്ധ്യാസമയത്ത് വച്ചു നീട്ടുന്നതായ ഈ സൗജന്യമായ ദാനം സ്വീകരിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യം ആകുമോ? കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം അതിന്റെ 6-ാം അധ്യായം, കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം 2-ാം വാക്യം പറയുന്നു, ഇപ്പോൾ ആകുന്നു സുപ്രസാദ കാലം, ഇപ്പോൾ ആകുന്നു രക്ഷാ ദിവസം. ഇപ്പോൾ ആകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. എന്തുകൊണ്ടാണ് ഇപ്പോൾ രക്ഷാ ദിവസവും സുപ്രസാദ കാലവും ആയിരിക്കുമെന്ന് കാണാൻ സാധിക്കുന്നത്? ഇന്ന് നാം നിത്യരക്ഷയുടെ സുവിശേഷം കേട്ടിരിക്കുന്നു. നാളെ നമുക്കത് കേൾക്കുവാനോ അത് അംഗീകരിക്കുവാനോ കഴിയുകയില്ലോ എന്ന് നമുക്ക് ആർക്കും അറിയുകയില്ല. എന്നാൽ നാം ഇന്ന് കേട്ടിരിക്കുന്നത് കൊണ്ട്, രക്ഷ നമുക്ക് ഏറ്റവും അടുത്തിരിക്കുന്നത് കൊണ്ട്, ആ രക്ഷയുടെ സുവിശേഷം നമ്മുടെ ഹൃദയങ്ങളിൽ അടുത്ത് ഇരിക്കുന്നത് കൊണ്ട് നാം അത് സ്വീകരിക്കുന്നതായ മാത്രമേ തന്നെ നമുക്ക് ആ രക്ഷ കരഗതമാക്കുവാൻ കാണാൻ സാധിക്കും. ലൈഫ് ഈസ് നോട്ട് സെറ്റിൽ. പക്ഷേ ദൈവം നമുക്ക് നൽകുന്നതായ രക്ഷ അത് നിത്യരക്ഷയാണ് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. എബ്രായർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം പറയുന്നത്, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. ഞാൻ ഈ കർത്താവ് യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതായ ഇടങ്ങളിലൊക്കെ പറയുന്നതായ ഒരു ചെറിയ ഉപമയുണ്ട്, എൻ്റെ ജീവിതത്തിൽ നിന്ന് പറയുന്നതാണ്. നമുക്കെല്ലാവർക്കും മക്കളും കൊച്ചുമക്കളും ഉള്ളവരാണ്. നമ്മുടെ മക്കള് സ്കൂളിൽ പോകുന്നു, പല സ്ഥലങ്ങളിൽ പോകുന്നു. അവരെപ്പോൾ തിരിച്ചു വരുമെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ 4 മണിക്കാണ് വരേണ്ടതെങ്കിൽ ആ 4 മണിക്ക് വന്നില്ല എങ്കിൽ നമ്മൾ അസ്വസ്ഥരാകും, അല്ലേ? പെട്ടെന്ന് നമ്മുടെ ചിന്തകൾ ഒരുപാട് ദൂരത്തിലൊക്കെ സഞ്ചരിക്കും. ഒരുപക്ഷെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ 4 മണി കഴിഞ്ഞ് വീണ്ടും 10-15 മിനിറ്റ് കഴിഞ്ഞാൽ, ഇന്നത്തെ കാലത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഫോൺ ചെയ്യും. ഫോൺ എടുത്ത് സംസാരിച്ചാൽ ഒരു പ്രശ്നവുമില്ല. ഒരുപക്ഷെ ഫോൺ അടിക്കുന്നില്ല എങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ നെഞ്ചിടിപ്പ് കുറച്ചുകൂടെ കൂടും. ഉടനെ അടുത്തുള്ളതായ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് വിവരം അറിയിക്കുന്നു, അയൽപക്കക്കാരെ വിളിക്കുന്നു, വിദ്യാർത്ഥിയാണെങ്കിൽ കൂട്ടുകാരെ അറിയിക്കുന്നു, സമൂഹത്തിലുള്ളതായ അയൽപക്കക്കാരെ അറിയിക്കുന്നു. അവരെല്ലാവരും എന്ത് ചെയ്യും? തിരച്ചിൽ നടത്തുവാൻ തക്കവണ്ണം ശ്രമിക്കും. കർത്താവായ യേശുക്രിസ്തു വേഗം വരുന്നു എന്ന് നമ്മോട് പറഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നത്, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി എന്ത് ചെയ്യുന്നു? അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും.
Are we waiting for Jesus? കർത്താവായ യേശു ക്രിസ്തു വരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എങ്കിലും ആർ വി പ്രിപ്പയറിംഗ് ഫോർ ഹിസ് സൂൺ കമ്മിങ്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി നാം കാത്തിരിക്കുന്നുണ്ടോ? യേശു ക്രിസ്തുവിന്റെ വരവ് അല്ല എന്റെ ഇന്നത്തെ പ്രസംഗ വിഷയം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ളതായ നിത്യ രക്ഷയാകുന്നു. രക്ഷയുടെ പൂർത്തീകരണം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവും ആകുന്നു. ഇന്ന് എന്റെ ദൗത്യം എന്ന് പറയുന്നത് യോഹന്നാൻ സ്നാപകന് കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ളതായ ദൗത്യമാണ്. എനിക്ക് പിന്നാലെ വരുന്നതായ മഹാരഥന്മാർക്ക് വഴിയൊരുക്കുകയായിരുന്നു ഇന്നെന്റെ ദൗത്യം. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ രക്ഷകൻ. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ നമുക്ക് രക്ഷ പ്രാപിക്കുവാൻ തക്കവണ്ണം സാധിക്കുകയില്ല. ഇന്ന് ലോകത്തിലുള്ളതായ അനേക ഭൂരിപക്ഷ വിശ്വാസങ്ങളിലും രക്ഷ എന്ന് പറയുന്നത് വിദൂര ഭാവിയിൽ പോലും ലഭ്യമാക്കുവാൻ തക്കവണ്ണം കഴിയാത്തതായ ഒന്നായി മാറുമ്പോൾ നമ്മുടെ അടുക്കൽ രക്ഷയിൽ ഏറ്റവും സമീപമായിരിക്കുകയാണ്. രക്ഷ നമ്മുടെ ഏറ്റവും അടുത്ത് വന്നിരിക്കുകയാണ്. രക്ഷ ഇന്ന് നമ്മുടെ ഹൃദയത്തോട് ഏറ്റവും ചേർന്നിരിക്കുകയാണ്. ഇന്ന് രക്ഷാ ദിവസമായിരിക്കുന്നത് കൊണ്ട് ആ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നു. നിക്കോദീമോസിനോട് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, വീണ്ടും ജനിക്കണം, നീ ആത്മാവിനാലും വെള്ളത്തിനാലും ജനിക്കണം എന്ന് പറഞ്ഞപ്പോൾ വേദപുസ്തകം പിന്നീട് പറയുന്നത് നിക്കോദീമോസ് വളരെ മാനമുഖഭാവമുള്ളവനായി കടന്നുപോയി. എന്നാൽ പിന്നത്തേതിൽ കർത്താവ് യേശു ക്രിസ്തുവിന് വേണ്ടി നിക്കോദീമോസ് നിലകൊള്ളുന്നതായിട്ട് വേദപുസ്തകം നമ്മോട് പറയുന്നു. അനേക കഥാപാത്രങ്ങളെ കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നു. എന്നാൽ അതുപോലെ സമാനമായ കഥാപാത്രങ്ങളാണ് ഇന്ന് എൻ്റെ മുൻപിൽ ഇരിക്കുന്നതായ നിങ്ങളെല്ലാവരും, ഞാൻ ഉൾപ്പെടുന്നതായ കഥാപാത്രങ്ങൾ. കർത്താവ് യേശു ക്രിസ്തുവിന്റെ അടുക്കൽ രക്ഷയ്ക്കായി കടന്നു വന്നു. ആ രക്ഷ കരകതമാക്കുവാൻ തക്കവണ്ണം നാം ഇന്ന് ഒരുക്കം ആണ്. ഒരുപക്ഷെ നാം വിചാരിക്കും, ഞാൻ ഇന്ന് ചെറുപ്പമാണ്, എനിക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണമുണ്ട്, എനിക്ക് ഇനി അനേക കാലം ഓടുവാൻ തക്കവണ്ണമുണ്ട്. എന്നെ കേൾക്കുന്നതായ പ്രിയ മനുഷ്യനെ, നമ്മുടെ ഓട്ടം എപ്പോൾ നിലയ്ക്കും എന്ന് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യുവാൻ തക്കവണ്ണം സാധിക്കുകയും നമ്മുടെ ശരീരങ്ങളിൽ മരണം കൊണ്ട് നടക്കുന്നതായ വ്യക്തി ജീവിതങ്ങളാണ് നാം ഓരോരുത്തരും. കർത്താവ് വിളിച്ചാൽ ഇന്ന് രാത്രി നാം പോകേണ്ടുന്നവരാണ്. ആ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് നമ്മോട് നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് വിളിക്കുകയാണ്, നീ എൻ്റെ അടുക്കിലേക്ക് വരുന്നു, ഞാൻ നിനക്ക് സൗജന്യമായി നൽകുന്നതായ ഈ രക്ഷ നീ സ്വീകരിക്കുന്നു. നീ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, ഈ ലോകത്തിലുള്ളതായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ, ഈ ലോകത്തിൽ ജീവിച്ചു പോകുന്നതായ വസ്തുവകകൾ ഒരുപക്ഷെ പ്രായം കഴിയുമ്പോൾ, കാലം കഴിയുമ്പോൾ, ഉപയോഗം കഴിയുമ്പോൾ വലിച്ചെറിയുന്നതായ വസ്തുക്കൾ വാങ്ങുന്നതിന് വേണ്ടി നാം എത്രമാത്രം ബന്ധപ്പെടുന്നു, എത്രമാത്രം പണം ചിലവഴിക്കുന്നു, എത്രമാത്രം അധ്വാനിക്കുന്നു. എന്നാൽ ഒരധ്വാനവും ഇല്ലാതെ, ഒരു പ്രയത്നവും ഇല്ലാതെ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് നമ്മോട് വച്ചു നീട്ടുന്നതായ ഈ രക്ഷ സ്വീകരിക്കുവാൻ തക്കവണ്ണം വചനത്തിന്റെ ശുശ്രൂഷകൻ എന്ന നിലയ്ക്ക് ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോട് എല്ലാവരോടും ആഹ്വാനം ചെയ്യുകയാണ്. എനിക്കറിയാം, നാം എല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞിട്ടുള്ളവരും സ്വീകരിച്ചിട്ടുള്ളവരും ആകുന്നു. എന്നാൽ ഇന്ന് രാത്രികാലം കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ തക്കവണ്ണം ഞാൻ വീണ്ടും ആഹ്വാനം ചെയ്യുകയാണ്. കർത്താവ് നമ്മുടെ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യം പറയുന്നത്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഇന്ന് രാത്രികാലം നാം വീടുകളിൽ പോയി അത്താഴം കഴിക്കുന്നതൊക്കെ വേണം പോകുമ്പോൾ, ഡു യു വാണ്ട് ടു ടേക്ക് ജീസസ് അലോങ് വിത്ത് യു? കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് കൊണ്ടുപോകാൻ തക്കവണ്ണം നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ആ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ളതായ രക്ഷ നേടുവാൻ സർവ്വ കൃപാലുവായ ദൈവം നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ വചനത്തിൽ വിരമിക്കുന്നു. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.